مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഏൽപ്പിച്ച ആരാധനകൾ ചെയ്യേണ്ടതുപോലെ നാം ചെയ്താൽ ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ട്. നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ സ്വന്തം നിസ്കാരങ്ങൾ എല്ലാം അങ്ങനെയാണ്, ചെയ്യേണ്ടതുപോലെ ചെയ്യണം. അതുകൊണ്ട് അള്ളാഹ്ക്ക് നമ്മുടെ ഇബാദത്ത് കൊണ്ട് സന്തോഷം ഉണ്ടാവണം. നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമ്മുടെ മനസ്സിനും ഒരു പ്രത്യേകമായ അള്ളാഹുമായുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകും. അതിന് വലിയ നേട്ടം. അപ്പോ ഒരു ഭാര്യയും ഭർത്താവും അവർ രണ്ടാളും വന്നിക്കുന്ന ഒരു സ്ഥലമാണ് കിടപ്പറ എന്ന് പറഞ്ഞു, ബെഡ്റൂം എന്ന് പറഞ്ഞു. നമ്മ കൂലിപ്പണി എടുക്കുന്ന ഒരു ഭർത്താവും എന്തെങ്കിലും പണി ചെയ്യുന്ന ഒരു പുതിയാപ്പിള എല്ലാം കഴിഞ്ഞ് അവസാനമായി ഭാര്യയോട് സംസാരിക്കാനും ഭാര്യയോട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെയും പങ്കിടേണ്ട ഒരു സ്ഥലവും ഒരു സമയമാണല്ലോ ബെഡ്റൂം എന്ന് പറഞ്ഞു. അവിടെ പോയി ഒരു പുതിയാപ്പിള ആ സ്ഥലത്തെത്തിയിട്ടും അവന്റെ മൊബൈൽ എടുത്ത് ആ മൊബൈലുമായി ചാറ്റിങ്ങും മൊബൈലുമായി സംസാരവും ഇതൊക്കെയും ചെയ്താൽ ഏതൊരു ഭാര്യക്കും അത് ഇഷ്ടപ്പെടില്ല. നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ചോദിക്കും, നല്ല മനുഷ്യ ഇവിടെ എത്തിയിട്ടും ഇത് നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് വെക്കാൻ ആയിട്ടില്ലേ. കാരണം എന്താ, അവർക്കുള്ള സമയമാണ്. അവളുമായിട്ട് സംസാരിക്കേണ്ട, അവളുമായിട്ട് സന്തോഷം പങ്കിടേണ്ട ആ സമയത്ത് നമ്മുടെ മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ചങ്ങായിമാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലാണെങ്കിൽ ഏതൊരു സ്നേഹിക്കുന്ന ഭാര്യക്കും അത് തയ്ക്കൂല, ഇഷ്ടപ്പെടുന്ന ആരെയാണ് അല്ലെ. ഒരു നല്ല ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുതിയാപ്പിളയാണെങ്കിൽ അതല്ലേ. വീട്ടിലേക്ക് എത്തിയിട്ട് ആ വീട്ടിലെത്തിയ സമയത്ത് പോലും ഭാര്യ നമ്മളെ കൂട്ടാക്കുന്നില്ല. ഓളെ പണിയിലും ഓളെ കാര്യത്തിലാണെങ്കിൽ പുതിയാപ്പിള അങ്ങോട്ട് ചോദിക്കും, നിന്റെ തീർന്നിട്ടേ ഇപ്പൊ ഞാൻ വരുമെങ്കിൽ അതിന് കുറച്ച് ആ ഒരു പുസ്തകം പറ്റുന്നില്ലേ ചോദിക്കും. അതങ്ങനെയാണ്, അതിന്റെ ക്രമം അങ്ങനെയാണ്. കാരണം ഒരാൾക്ക് നാം തെരഞ്ഞ് എടുത്തു വെക്കേണ്ട സമയത്ത് ആ ആളുമായിട്ട് നമ്മൾ സംസാരിക്കാനോ സ്നേഹം പങ്കിടാനോ ഇല്ലെങ്കിൽ അതാരും ഇഷ്ടപ്പെടൂല. അതുപോലെയാണ് പടച്ചോൻ എന്ന് പറഞ്ഞത്. പടച്ചോനെ നമ്മൾ നീക്കി വെക്കേണ്ട ആ സമയത്ത് പടച്ചോനുമായിട്ടുള്ള ആ ചിന്തയും ആ ഇഷ്ടവും ആ ലയനവും നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ അത് വലിയ പ്രയാസമായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാം അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. മഹാനായ സയ്യിദുന ഹുബൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യമായി തൂക്കുമരത്തിലേറ്റപ്പെട്ട ഒരു സ്വഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ തീരുമാനിച്ച് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബെ അവസാനമായിട്ട് എനിക്ക് എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ ചോദിച്ചു. അവസാനമായിട്ട് വല്ലതും പറയാനുണ്ടോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ചെയ്തു തരണോ. നോക്കി, മരണം മുന്നിൽ കാണുന്ന സമയത്ത് പോലും ആ മഹാന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഇഷ്ടം ഉമ്മയോട് സംസാരിക്കണോ, അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിക്കണോ, കൂട്ടുകാരോട് കുറച്ചു നേരം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണോ, അതൊന്നുമല്ല. എന്റെ റബ്ബുമായി മുനാജാത്ത് ചെയ്യാൻ, എന്റെ റബ്ബുമായി സുജൂദ് ചെയ്യാൻ ചെറിയ ഒരു സമയം ഉണ്ടാക്കി തരണോ. ശത്രുക്കൾ അനുവദിച്ചു കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് സാധാരണയായി നിസ്കരിക്കുന്ന നിസ്കാരമൊന്നുമല്ല, പെട്ടെന്നായി 2 റക്അത്ത് നിസ്കരിച്ച് സ്ഥലം വിട്ടു. എന്നിട്ട് ശത്രുക്കളോട് മഹാനായ ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ശത്രുക്കള് എനിക്ക് റബ്ബിന് വേണ്ടി ഇനിയും ധാരാളമായി നിസ്കരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ നീണ്ടു നിസ്കരിക്കുമ്പോ നിങ്ങൾ വിചാരിച്ചു പോകും ഹുബൈബിന് മരിക്കാൻ വേണ്ടിയാണ്, കുറച്ച് സമയം ഇങ്ങനെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാൻ നീട്ടി നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കണ്ട. അതിനു വേണ്ടി ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചതും എന്റെ നിസ്കാരം ഞാൻ അവസാനിപ്പിച്ചതും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നിട്ടാണോ. നിസ്കരിച്ചിട്ട് എന്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് എനിക്ക് കൊതിയൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഹുബൈബിന് മരിക്കാനുള്ള പേടിയുണ്ട് എന്നൊരു ധാരണ വന്നു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കാരം നിർത്തിയത്. എന്നിട്ട് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഭാഗത്തിലേക്ക് തിരിഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സലാം പറഞ്ഞു. സലാം പറഞ്ഞ മദീനയിൽ ഹബീബായ തങ്ങൾ കേട്ടു. ഹബീബായ തങ്ങൾ സ്വഹാബത്തിന്റെ മുന്നിൽ പറഞ്ഞു, സ്വഹാബ, നിങ്ങളുടെ കൂട്ടുകാരാകുന്ന ഹുബൈബ് എനിക്ക് വേണ്ടി ഒരു സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കസ്സലാം യാ ഹുബൈബ്. റസൂലുള്ളാഹി തങ്ങൾ സലാം പറഞ്ഞു. സ്വഹാബ ചോദിച്ചു, ഹുബൈബിന് എന്ത് പറ്റിയ? സഹാബത്തിനോട് അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരനായ ഹുബൈബിനെ ശത്രുക്കൾ തൂക്കിയേറ്റാൻ മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ഹബീബായ ഞങ്ങൾക്ക് സലാം പറഞ്ഞു. മഹാനായ ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞു വന്നത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാന്നിധ്യമായിരുന്നു അള്ളാഹുമായുള്ള ആ ഒരു അടുപ്പം, അള്ളാഹുമായുള്ള ആ ഒരു ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് ആ തൂക്കിയേറ്റിയ മയ്യത്ത് താഴെ ഇറക്കിയത് എപ്പോഴും 40 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 40 ദിവസം കഴിയുമ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരു ചെറിയ മാറ്റം പോലും ഉണ്ടായിട്ടില്ല.
മൊയ്ബാരെങ്കിലും പറ്റി കത്തിനാട് വരുന്നാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുന്നത് കണ്ടാൽ അപ്പന്റെ പറിക്കലണ്ടി മറ്റാ പറ്റി കാരണം കുറച്ച് അങ്ങനെയാണ്. അത് കൊണ്ടിന്റെ പ്രശ്നമാണ്. 24 മണിക്കൂർ കഴിഞ്ഞാൽ മനുഷ്യന്റെ എല്ലാം മാറും. തനിക്ക് വീക്കം വരും, പിന്നെ ദുർഗന്ധം വരും, പ്രശ്നം വരും. നമ്മുടെ ശരീരം എങ്ങനെയാ? ഇതിപ്പോ 40 ദിവസം കഴിഞ്ഞിട്ട് കാരണം അവർ അതിനെ ഇറക്കാൻ വിടുന്നില്ല. ചുറ്റുഭാഗത്തും മുഴുവനും ശത്രുക്കൾ കാവലിക്കാണ് ഇതിനെ ഇറക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 സ്വഹാബത്തിനെ അയച്ചു. അവർ 40 ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയതാണ്. കാരണം ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ അവർ കണ്ണും പൊടിച്ചിരിക്കുന്ന മൂത്താടുമ്പോഴാണ് ആരും അറിയാതെ ഹുബൈബ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് താഴേക്ക് ഇറക്കുന്നു. എന്നിട്ടോ താഴേക്ക് ഇറക്കി കുറച്ച് നേരമാണ് അവർക്ക് ഇശാഅത്ത് നോക്കുമ്പോ മരത്തിന് ആണില്ല. 40 ദിവസം ഓടുണ്ടായിരുന്ന ഹുബൈബിനെ കാണാനില്ല. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹുവിന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അതപ്പോ ബാക്കിയോട് കൂടിയപ്പോ മഹാന്മാരായ സ്വഹാബത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. പടച്ചോനെ, നിന്റെ ഹബീബായ ഹുബൈബിന്റെ മയ്യിത്താൻ ശത്രുക്കളെ ഉപദ്രവിക്കാൻ വേണ്ടി വരാണ്, നീ ഒരു വഴി തുറക്കണോ? സുബ്ഹാനല്ലാഹ്. ആകാശത്തിനും അറിയാം, ഭൂമിക്കും അറിയാം, കാറ്റിനും അറിയാം, വെള്ളത്തിനും അറിയാം അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളാണെന്ന്. ആരും കബർ പിടിക്കാതെ പോകുന്ന സമയത്ത് തന്നെ ഭൂമി എന്റെ ഭാഗമായിട്ട് വിളർപ്പായി തുറന്നു കാണിച്ചു. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് മഹാനായ ഹുബൈബ് റളിയല്ലാഹുവിനെ കബറടക്കിയത്. കബർ കുടിക്കാതെ കബർ ഭൂമി തന്നെ തോണ്ടിക്കൊടുത്ത മഹാനായ സയ്യിദുന ഹുബൈബ് റളിയല്ലാഹു. ഇതൊക്കെ ചരിത്രമാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അല്ലെ മരിച്ചാലും കഴിഞ്ഞ് അല്ല അങ്ങനെ എങ്ങനെ അല്ല, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകളുടെ മയ്യിത്ത് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഉണ്ടാവും. പ്രവാചകന്മാരുടെ മയ്യിത്ത് എപ്പോഴോ മറവാടിയ ആ പ്രവാചകന്മാരുടെ മയ്യിത്ത് ഒരു നാട്ടിൽ നിന്നും ഏതോ ഒരു രാഷ്ട്രത്തിലേക്ക് കുറെ കൊല്ലങ്ങൾ വേണ്ടിയിട്ട് നീക്കം ചെയ്ത ചരിത്രങ്ങളുണ്ട്. വലിയമാരുടെ മയ്യിത്ത് ഒന്നും സംഭവിച്ചില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ട അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ അമലുകൾ, പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനോടുള്ള പ്രത്യേകമായ സാന്നിധ്യം കൊണ്ട് ചെയ്യുമ്പോൾ അതിന് വലിയ ബർക്കത്തുണ്ടാവും, ഖബൂലിയത്തും ഉണ്ടാവും. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളും ഇബാദത്തുകളും ആരാധനകളും സുജൂദുകളും റുകൂഉകളും എല്ലാം പടച്ചവനെ നീ പൊരുത്തപ്പെടുന്ന ഇബാദത്തുകളായി നീ കബൂലാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ഒരു മാസം മുഴുവൻ റമദാനിന്റെ പുണ്യമായ ദിവസങ്ങളിൽ പടച്ചവനെ ഞങ്ങൾക്ക് പറ്റുന്നതുപോലെ ഒരുപാട് അമലുകൾ നിങ്ങൾ ചെയ്തവരാണല്ലോ. റമദാനിന്റെ പുണ്യ ദിവസങ്ങളുടെ ഭൂരിഭാഗം ദിവസങ്ങൾ പരിശുദ്ധമായ ഹറമിന്റെ മുറ്റത്ത് പോയി ധാരാളം നിസ്കരിച്ച ആളുകളുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, സിയാറത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് അതൊക്കെ ചെയ്യുമ്പോ നിന്റെ പ്രത്യേകമായ ആ ഒരു ഖബൂലിയത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ചെയ്തതെങ്കിൽ ഒരു അമലും നീ വെറുതെയാക്കല്ലേ റബ്ബേ. ചെറുതാകട്ടെ വലുതാകട്ടെ നിന്റെ അടുത്ത് ഖബൂലിയത്തുള്ള അമലുകളായി നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, വലുതായി പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ചെയ്യുന്ന രൂപത്തിൽ, പറ്റുന്ന രൂപത്തിൽ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, നിന്റെ ആ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയും മരിക്കുന്നത് വരെ അമല് ചെയ്യാൻ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ റബ്ബേ. എത്ര ആളുകളാണ് പടച്ചവനെ പെട്ടെന്നായി അപകടങ്ങളിൽപ്പെട്ട് പെട്ടെന്ന് രോഗികളായി ആരോഗ്യമുള്ള സമയത്ത് ധാരാളമായി പള്ളിയിലും വീടുകളിലും ഇബാദത്ത് ചെയ്തവൻ ഇന്ന് ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ അല്ലാഹ് അവർക്ക് നിന്റെ പ്രത്യേകമായ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്ത് ചെയ്ത ഇബാദത്തിന്റെ സവാബ് രോഗികളായി കഴിയുമ്പോൾ അവർക്ക് നീ ഔദാര്യമായി നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ, നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സുള്ളവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. യാ അല്ലാഹ്, മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. എത്രയോ ആളുകൾ നമ്മുടെ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി സഹായിക്കുമ്പോൾ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന പ്രത്യേകമായി വസിയത്ത് ചെയ്തവരാ അല്ലാഹ്. ഈ പള്ളിയുടെ സ്ഥലം നൽകപ്പെട്ടത് മുതൽ ഈ ദിവസം വരെ ഈ പള്ളിയുമായി ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചോ സഹായിച്ചോ സഹകരിച്ചോ എല്ലാം നീ കബൂലാക്കണേ റബ്ബേ. അതിന്റെ സവാബ് മരിച്ചുപോയവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله